ഡേലസ് ആർബറിറ്റം ആൻഡ് ബോട്ടാനിക്കൽ ഗാർഡൻ. നമുക്കിന്ന് ഈ ഗാർഡനൊക്കെ ഒന്ന് കണ്ടുവന്നാലോ? അപ്പോൾ ഇതാണ് ടിക്കറ്റ് കൊടുക്കുന്ന സ്ഥലം. അപ്പോൾ ഇവിടെ എൻട്രി ഫീസ് ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഈ വീഡിയോയിൽ ഞാൻ മുന്നോട്ട് പോകുമ്പോൾ സൂചിപ്പിക്കാം. ആ ഗേറ്റിലൂടെ ഉള്ളിലേക്ക് കടന്നാൽ ഇവിടെ കാണുന്ന ആദ്യമായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണിത്. മേലെ നിന്ന് വെള്ളം വീഴുന്നത് കാണാൻ വളരെ മനോഹരമാണ്, വളരെ കൗതുകം തോന്നിക്കുന്നതാണ്. ഈ കുളത്തിൽ ധാരാളം കളർഫുൾ ആയിട്ടുള്ള മത്സ്യങ്ങളുണ്ട്. ആൾക്കാരൊക്കെ ഇവിടെ ഫോട്ടോഷൂട്ടിനും മറ്റും വരാറുണ്ട്. കുളത്തിൽ നിന്നും മത്സ്യം ചൂണ്ടയിട്ട് പിടിക്കുന്ന രീതിയിലുള്ള ഒരാളുടെ പ്രതിമ ഇവിടെ കാണാൻ നല്ല രസമുണ്ട്. കണ്ടോ കളർഫുൾ ആയിട്ടുള്ള മത്സ്യങ്ങൾ. മനോഹരമായ ആർക്കിടെക്ചറൽ വർക്കിൽ നിർമ്മിച്ച ഈ ചെറിയ കവാടം കാണാൻ നല്ല രസമുണ്ട്. ഈ സൈഡിൽ ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, പക്ഷേ ഇപ്പോൾ അത് തുറന്നിട്ടില്ല. ഈ ഗാർഡനിലെ എൻട്രി ഫീസ് അഡൽട്ട്സിന് 13 മുതൽ 64 വരെ പ്രായമുള്ള ആൾക്കാർക്ക് $22, സീസണിൽ അത് $16, സീനിയേഴ്സിന് 65 മേലെയുള്ളവർക്ക് 18, സീസണിൽ 14, കുട്ടികൾക്ക് 13, സീസണിൽ $10 ആണ്. കണ്ടോ ഇതിൻ്റെ മേളിൽ നിന്ന് വീഴുന്ന വെള്ളം കാണാനും നല്ല രസമുണ്ട്, സൗണ്ടും നല്ല രസമുണ്ട്. അതുകൊണ്ട് ഞാനത് മ്യൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഇനി മനോഹരമായിട്ടുള്ള പ്ലാന്റ്സും ഫ്ലവേഴ്സും ഒക്കെയുള്ള ഗാർഡൻസ് ഇടയ്ക്കിടെ ഒക്കെ ഉണ്ട്. നല്ല കളർഫുള്ളായ പലതരം പുഷ്പങ്ങളുള്ള ചെടികൾ വളരെ മനോഹരമായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ കുറച്ച് വാഴത്തൈകളുമുണ്ട്. ഇവിടെ ഗേറ്റിൽ നിന്ന് ഒരു മാപ്പ് തരും. അതിൽ നോക്കിയിട്ട് നമുക്ക് പോകേണ്ട സ്ഥലത്തൊക്കെ പോകാൻ പറ്റും. ഈ ബോട്ടാനിക്കൽ ഗാർഡൻ 66 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്നതാണ്. അതിനാൽ എല്ലാ ഏരിയയിലും പോയി കാണുവാൻ കഴിയുകയില്ല. എങ്കിലും പ്രധാന ഭാഗങ്ങളൊക്കെ കാണാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ഈ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് ആ കാണുന്ന വൈറ്റ് റോക്ക് എന്ന തടാകത്തിൻ്റെ തെക്കേ തീരത്താണ്. കണ്ടോ ആമ്പൽ പൂക്കൾ.
വെള്ളം കളക്ട് ചെയ്തിരിക്കുന്ന ഒരു പൂൾ ഇവിടെയുണ്ട്. ഇവിടെ നിന്നും സുന്ദരമായ വൈറ്റ് റോക്ക് ലേക്കിന്റെ ഭാഗം കാണാൻ പറ്റും. കണ്ടോ, നടപ്പാതകളൊക്കെ വളരെ നല്ലവണ്ണം മെയിൻറ്റെയിൻ ചെയ്തതാണ്, നല്ല വൃത്തിയുള്ളതാണ്. കൂടാതെ രണ്ട് സൈഡിലും ചെടികളും പുഷ്പങ്ങളും ഒക്കെയുണ്ട്. അപ്പോൾ ഇതിലൂടെ നടന്നു പോകുമ്പോൾ സമയം പോകുന്നത് അറിയില്ല കേട്ടോ. ഞങ്ങൾ പോയപ്പോൾ നല്ല വെയിൽ ഉണ്ടായിട്ട് പോലും ഞങ്ങൾക്ക് അത് അനുഭവപ്പെട്ടിട്ടില്ല. അത്രക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏരിയ ആണ്. ഇവിടെ ഈ ഗാർഡനിൽ കുറേയധികം വൃക്ഷങ്ങൾ മുമ്പേ ഉള്ളതും മറ്റ് പലതും ചെടികളെ പോലെ തന്നെ നട്ടു വളർത്തിയതുമാണ്. അതിസുന്ദരമായ, വളരെ വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള മറ്റൊരു ഏരിയ കണ്ടോ. ഫ്രണ്ട്സ്, എൻ്റെ കൂടെ നിങ്ങളും എൻജോയ് ചെയ്തോ. മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ, സീ യു.